ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഫുൾ മൂൺ എനർജിയിൽ അവിചാരിതമായി എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും വന്നു ചേരാൻ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ 2 പൈലുകൾ വെച്ചിട്ടാണ് ഞാനിന്ന് റീഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പൈലാണ് വൈറ്റ് പെൻ വെച്ചിരിക്കുന്നത്. ഇത് സെക്കൻഡ് ബ്ലാക്ക് പെൻ വെച്ചിരിക്കുന്നത് സെക്കൻഡാണ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ചൂസ് ചെയ്തോളൂ. ചൂസ് ചെയ്ത് കാണുമല്ലോ. ഇപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതാണ് ഫസ്റ്റ്, വൈറ്റ് പെന്നാണ് ഫസ്റ്റ്. ഇത് സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിപ്പോൾ എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. എന്താണ് ഈ ഫുൾ മൂൺ എനർജിയിൽ നിങ്ങളിലേക്ക് വരുന്ന അവിചാരിതമായ നേട്ടങ്ങൾ, സന്തോഷങ്ങൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അല്ലേ, 10 ഓഫ് പെൻറ്റക്കിൾസ്. ഏസ് ഓഫ് സോർഡ്സ്. Death and rebirth. Four of Swords. Six of Wands. Page of Wands. Chariot. Knight of Pentacles. Seven of Pentacles. ഇവിടെ 9 of Swords. നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടി എടുത്തിട്ട് റീഡ് ചെയ്യാം. Patience, intuition, stand your ground, spiritual strength, victory and success. ഇത്ര മതി. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 10 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. പെൻറ്റക്കിൾ എർസൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി.
അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മാനസികമായ സമ്മർദ്ദം അനുഭവിച്ചിരിക്കുന്നവരുടെ എനർജി ഉണ്ട്. ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളുമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളിൽ നിന്നുള്ള ചില പെരുമാറ്റങ്ങൾ നിമിത്തം ഒരുപാട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ വിക്ടറി ആൻഡ് സക്സസ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഒരുപാട് പേർക്ക് ലൈഫിൽ അപ്രതീക്ഷിതമായ പല പരാജയങ്ങളും വന്നിട്ടുണ്ട്. പല പരാജയങ്ങളെന്ന് പറയുമ്പോൾ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമാസ് തുടങ്ങി ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ചവർ നിങ്ങളെ ചതിച്ച അവസ്ഥ, അങ്ങനെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയോ സംഭവിക്കാം പറ്റുമോ അത് അത്രയും അതിനപ്പുറവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നീട് അവിടെ നിന്ന് പലരും അതിൽ നിന്നും ഓവർ തിങ്കിങ്ങിലാണെന്ന് കാണുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത്. അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കേണ്ട ഒരു അവസ്ഥയല്ല, നിങ്ങൾ മുന്നോട്ട് വരിക തന്നെ വേണം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ പലതും ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ള ഒരു എനർജി ഉണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുക്കാം. അതുപോലെ പല കാര്യങ്ങളെക്കുറിച്ചും പുതിയ ജോലിയിലേക്ക് പോകാനുള്ള തുടക്കം നിങ്ങളിവിടെ അതിനായിട്ടൊരു സ്റ്റാർട്ടിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു മാറ്റം നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഏസ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്ന ഇവിടെ പുതിയ തുടക്കമാണ് പറയുന്നത്. പല കാര്യങ്ങളിലും, അതായത് പ്രധാനമായിട്ട് നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ, അല്ല എങ്കിൽ ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷന് വേണ്ടിയിട്ട്, അല്ല എങ്കിൽ ഒരു ഫ്ലൈറ്റ് യാത്രയാവാം. ഇതാണ് ഇവിടെ പറയുന്നത്. അന്യ നാടുകളിലേക്ക് പോയിട്ട് കുറച്ച് മണി ഏൺ ചെയ്യാനുള്ള പരിശ്രമം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ അത്തരത്തിലുള്ള ഒരു ചേഞ്ച് വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഒരു മാറ്റം, നല്ലൊരു മാറ്റമാണ്, നല്ലൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഇവിടെ വരുന്നുണ്ട് എന്ന് പറയാം. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് പോകാനും ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജോലിക്ക് വേണ്ടിയും നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ബുദ്ധിപൂർവ്വം എന്തൊക്കെയോ ഇവിടെ ചിന്തിച്ചു കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്കൊരു തീർച്ചയായിട്ടും ഒരു പുനർജനനം വരും. ഇവിടെ ഒരു ലൈഫ് നിങ്ങൾക്ക് എൻഡ് ആയിട്ടുണ്ട്, വീണ്ടും വരാൻ പോകുന്നത് എന്താണ്, ഒന്നുകൂടി നിങ്ങൾ പുനർജനിക്കുകയാണ്. ആ ഒരു പുനർജന്മത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം ഒരുപാട് പരാജയങ്ങളിൽ നിന്നും, ഒരുപാട് ദുഃഖകരമായ അവസ്ഥകളിൽ നിന്നും നിങ്ങൾ പോകുന്നത് നല്ല ഒരു ലൈഫിലേക്കാണ് എന്ന് പറയുന്നു. സന്തോഷകരമായ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് വിഷമകരമായ അവസ്ഥകൾ, വെറുതെ ഓവർ തിങ്കിങ് ആണ്. എന്തിനാണ് ഈ ഓവർ തിങ്കിങ്? ഇതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? നിങ്ങൾ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. ഇതല്ലാതെ ഒന്നും പറയാനില്ല. ഓവർ തിങ്കിങ് എന്തിനാണ്? അനാവശ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുകയാണ് ഇവിടെ. ആ സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെല്ലാം ജോലികൾ കിടക്കുന്നു, അങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റുന്ന, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യൂ. എന്തെങ്കിലും മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ചില സന്ദർഭങ്ങളുണ്ടോ, നിങ്ങൾ അതിലേക്ക് പുറപ്പെടുക. വെറുതെ കിടന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ പലരും ഒരു ഉള്ളിൽ അടച്ചിട്ട് മുറിക്കുള്ളിലിരുന്ന് വിഷമിച്ച് കരയുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. അത് പലരിൽ നിന്ന് നിങ്ങൾക്കുള്ള ദുരിതകരമായ അവസ്ഥകൾ, ദുഃഖകരമായ അവസ്ഥകൾ ഉണ്ടായിരിക്കാം. പക്ഷെ പെട്ടെന്ന് നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ആവണം. നിങ്ങൾ സ്വയം ചിന്തിക്കണം, ഇതുകൊണ്ടൊരു പ്രയോജനമില്ല, ഞാനെന്തിനു വിഷമിച്ച് എൻ്റെ ആരോഗ്യം കളയണം. അങ്ങനെ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയണം. 6 ഓഫ് വാൻഡ്സ് ആണ്. കരിയർ ലൈഫിൽ നിങ്ങൾക്കൊരു സക്സസ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു നിലയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏതൊരു കാര്യത്തിലാണ് നിങ്ങൾ ചിലപ്പോൾ പ്രൊമോഷൻ നോക്കിയിരിക്കുകയാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സ്ഥലം മാറ്റം പ്രതീക്ഷിച്ചിരിക്കുകയാവാം. ഇവിടെ അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. വളരെ സന്തോഷകരമായ ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അവിടെയും ഒരു പ്രോഗ്രസ് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് നല്ല ശമ്പളം വർധനവുണ്ടാവാൻ പോകുന്നു. അപ്പോൾ അതിലൂടെ ഈ കരിയർ ലൈഫ് നിങ്ങൾക്ക് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പേജ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. പലതിൻ്റെയും തുടക്കമാവാം. പല കാര്യങ്ങളിലും നിങ്ങളിവിടെ വാൻഡ്സ് ഫയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി.
അപ്പോൾ ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ ഒത്തിരി ദുഃഖകരമായ സാഹചര്യങ്ങൾ നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്, അത്തരം സാഹചര്യങ്ങളെ. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് മറ്റൊന്നിലേക്ക് പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു, നല്ല ഒരു ലൈഫിലേക്ക് പോകാനുള്ള പ്രവണത, നല്ല ആക്ഷൻ എടുക്കാൻ പോകുന്നു പല കാര്യങ്ങളിലും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ചാരിയട്ടാണ് പിന്നീട് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ എന്തിനു വേണ്ടി യാത്ര പോകുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി അതിനെപ്പറ്റി ചിന്തിച്ച് യാത്ര പോകുന്നുണ്ടായിരിക്കാം. ആ യാത്ര നിങ്ങൾക്ക് സക്സസ് ആണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കരിയർ ലൈഫിലെ കാര്യങ്ങൾക്ക് വേണ്ടി ആവാം, അല്ല എങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജീവിതത്തിലേക്ക് ഉള്ള ഒരു പ്രവേശനമാവാം. പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മാരീഡ് ലൈഫ് ആവാം, അല്ല എങ്കിൽ അതിനു വേണ്ടിയുള്ള പല കാര്യങ്ങളിലേക്ക് ചിട്ടയോടുകൂടി തീരുമാനമെടുക്കുന്ന അവസ്ഥകളുണ്ടാവാം. ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുന്നു. അതിനെ നിങ്ങളിപ്പോൾ എന്തിനെ ഫോക്കസ് ചെയ്താണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെ ആണോ തീരുമാനമെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല ഒരു ആരംഭം തുടങ്ങി വയ്ക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണോ അവിടെ നിങ്ങൾക്കത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള ശക്തികളെ ഒരേപോലെ കൊണ്ടുപോകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഒരു വീട്ടിലെ പ്രശ്നമായാലും റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് ആയാലും ഇവിടെ വിപരീത സ്വഭാവമുള്ള രണ്ടുപേരെയും കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പറയാം. അതുപോലെ ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് പ്രത്യേകം കാണുന്നുണ്ട്. കാരണം അത്രമാത്രം ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ കരിയർ ലൈഫിലെ സക്സസ് ആണ് ഇവിടെ മണി ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വിദേശത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം ഉണ്ടാകാം. പഠിക്കാൻ വേണ്ടി ഇവിടെ പോകുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ പഠിക്കുകയും മണി ഏൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. സാമ്പത്തികം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും സാമ്പത്തികത്തിൻ്റെ ഒരു പ്രോഗ്രസ്, ഒരു വർധനവ്, ധനപരമായി നിങ്ങളുടെ ലൈഫ് ഒന്ന് മുന്നോട്ട് പോകുന്നു, അതിലൊരു വർധനവ് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ അടുത്തതായി കാണുന്നത്. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് എന്താണ്? പെൻറ്റക്കിൾ എർസൈനാണ് ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇവിടെ കാത്തിരിപ്പുണ്ട്. കാത്തിരിപ്പ് ഇവിടെ രണ്ടും കാത്തിരിപ്പുണ്ട്. 9 ഓഫ് സോഡും അത് തന്നെയാണ്, പിന്നെ 7 ഓഫ് പെൻറ്റക്കിൾസും അത് തന്നെയാണ്. എന്തിനാണ് കാത്തിരിക്കുന്നത്? വരാനുള്ള സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി. പല കാര്യങ്ങൾ വരാനുണ്ട്, എത്തിച്ചേരാനുണ്ട് പല കാര്യങ്ങളും. അതിൽ വിഷമം അനുഭവിച്ചിരിക്കുന്നു. ഇത് വന്നു ചേർന്നെങ്കിൽ മാത്രമേ ലൈഫ് ഇനി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഇവിടെ ചിന്തിക്കുന്ന എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാനുള്ള സാമ്പത്തികം വന്നു ചേരണം. അത് വന്നു ചേർന്നെങ്കിൽ മാത്രമേ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റൂ. ഒരുപാട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തികം ലഭിക്കാതിരുന്നിട്ട്. കൊടുത്ത പൈസയാവാം, അല്ലെങ്കിൽ ജോലി ചെയ്തതിൻ്റെ ശമ്പളമാകാം. ഇതൊന്നും കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു അവസ്ഥ ഇവിടെ മാറിക്കിട്ടും എന്ന് പറയുന്നുണ്ട്. ഒരു 6 ദിവസം 6 ആഴ്ചകൾക്കകം, അല്ലെങ്കിൽ ഒരു 6 മാസങ്ങൾക്കകം ഒരുപാട് ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഒരു സക്സസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. അതുപോലെ എന്തിനും ഒരു പേഷ്യൻസ് വേണം എന്നാണ് പറയുന്നത്. ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ചിലപ്പോൾ ചിലർ പറയും, ഞാൻ 2 മാസത്തിനകം നിങ്ങൾ തരാനുള്ള പൈസ തരും, അല്ലെങ്കിൽ ഈ ശമ്പളം നിങ്ങൾക്ക് 2 മാസത്തിനകം നിങ്ങൾക്ക് തരാം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തട്ടിക്കയറി സംസാരിക്കേണ്ട. നിങ്ങൾക്കത് അവിടെ അവർ പറയുന്നത് സത്യസന്ധമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചൊന്ന് ക്ഷമിക്കുക. എല്ലാവരും സത്യസന്ധമായിട്ട് പറയണമെന്നുമില്ല. അപ്പോൾ ഇവിടെ ഒന്ന് പേഷ്യൻസ് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും ക്ഷമ എന്ന് പറയുന്നത് അത്യാവശ്യമാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇൻഡ്യൂഷൻ, പലർക്കും ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളിൽ പലരും ഇവിടെ ആത്മീയപരമായ ഒരു വർധനവ് വന്നിട്ട്, അല്ലെങ്കിൽ അതിനൊരു സ്ട്രെങ്ത് വന്നിട്ട് നിങ്ങൾ അതിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. പലരും പല കാര്യങ്ങളിൽ, ജീവിതമല്ലേ, പല കാര്യങ്ങളിൽ മടുപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ നിന്ന് നിങ്ങൾ ഒന്ന് അതിനൊരു വിരാമം കൊടുത്തിട്ട്, അത്തരം പ്രശ്നങ്ങൾക്കൊരു വിരാമം കൊടുത്തിട്ട് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വേയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാത്തിലേക്ക് പോകാൻ, സ്പിരിച്വൽ പാത്തിലേക്ക് പോകാനുള്ള ഒരു ശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ല സ്ട്രെങ്ത് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. നിങ്ങളിവിടെ എന്തെങ്കിലും കാര്യത്തിന് തീരുമാനം എടുത്തിട്ടുണ്ടോ അവിടെ ഉറച്ചു നിൽക്കുക.
ആ തീരുമാനങ്ങൾ മുറയ്ക്ക് മാറ്റാൻ പാടില്ല. ഇന്നൊന്ന് തീരുമാനിച്ചെന്ന് ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇന്ന് തീരുമാനമെടുത്തു, നാളെ അത് മാറ്റേണ്ട കാര്യമില്ല. നിങ്ങളത് തീരുമാനിച്ചു, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നാണ്. ഏതെങ്കിലും കാര്യങ്ങൾക്ക് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. വാക്കുകൾ മാറ്റി പറയാൻ, നിങ്ങൾക്ക് തരാനുള്ള പൈസ 2 മാസത്തിനകം ഞാൻ തരും എന്ന് ഒരാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് പിന്നീട് മാറ്റാൻ പാടില്ല. കാരണം വാക്ക് മാറ്റി പറയുന്ന, വാക്ക് പാലിക്കാത്ത ഒരാളിനെ ആരും സ്നേഹിക്കില്ല, ആരും വിശ്വസിക്കുകയില്ല, അവർക്കൊരു വിലയും കൊടുക്കുകയുമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിലയില്ലാത്തവരാവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നോളൂ, നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വിക്ടറി ആൻഡ് സക്സസ് ആണ് വരുന്നത്. കണ്ടില്ലേ, പല കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ വിക്ടറി സക്സസ് വരുന്നുണ്ട്. ജീവിത വിജയം നിങ്ങൾക്കിവിടെ ആസ്വദിക്കാൻ കഴിയും. ഒരു 6 ദിവസം 6 ആഴ്ചകൾ 6 മാസങ്ങളാണ്. അത് സംഗതിയുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഗൗരവമനുസരിച്ചിരിക്കും കാലയളവ് നീളുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ചിലർക്ക് പ്രമോഷൻ, ചിലർക്ക് സ്ഥലം മാറ്റം, അതിനൊക്കെ ഓരോരോ കാലയളവുകളുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് ഇവിടെ നിങ്ങൾ കണക്ക് കൂട്ടിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾക്കിവിടെ 5, 6 എന്നുള്ള എന്നീ 2 സംഖ്യകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. നമുക്ക് സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളിവിടെ സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്തിരുന്നത് ഇവിടെ ബ്ലാക്ക് പെന്നാണ്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് നോക്കാം രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ ലൈഫിലേക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 3 ആണ്. The Tower. Five of Pentacles. The Emperor. Judgment. King of Wands. The Devil. Two of Wands. Knight of Wands. Ace of Pentacles. Oracle cards കൂടി എടുക്കാം. Discontent and boredom. ഹാർമണി വന്നിരിക്കുന്നു. ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ്. ലൈറ്റ്.
വിക്ടോറിയൻ സക്സസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് സോളിറ്റ്യൂഡാണ്. പലരും ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഒറ്റയ്ക്കിരുന്ന് അവരുടെ വിഷമങ്ങളെ അയവിറക്കുന്ന ഒരവസ്ഥ. അപ്പോൾ പലരും ഇവിടെ പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ജീവിതത്തിൽ. കണ്ടില്ലേ, ഇത് ടവർ വന്നിരിക്കുന്നു, 5 ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്, ദ മൂൺ വന്നിട്ടുണ്ട്, ദ ഡെവിൾ വന്നിട്ടുണ്ട്. നെഗറ്റീവ് എനർജിയാണ് 3-4 കാർഡ്സിൽ പെട്ടിരിക്കുന്നത്, നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമൃദ്ധമായ ജീവിതത്തിൽ പെട്ടെന്നാണ് ഒരു പ്രശ്നമുണ്ടായത്. സമൃദ്ധമായ ജീവിതം എന്ന് പറയുമ്പോൾ വളരെ സുന്ദരവും മനോഹരവും ഒക്കെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാവാം നിങ്ങൾ. അവിടേക്ക് പെട്ടെന്നാണ് ഒരു അടി വന്നത്, അപ്രതീക്ഷിതമായിട്ടൊരു അടിയേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ ചതിച്ച അവസ്ഥ, മറ്റുള്ളവർ നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം അത്രമാത്രം വലുതായിരുന്നു, കടുത്തതായിരുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നു. അത് നിമിത്തം നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടു. ഇവിടെ ടവർ മൊമെൻ്റ് വന്നിരിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കോടതികളിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടാവാം. മറ്റ് പല വിധത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ്, വഴക്കുകൾ, ബഹളങ്ങൾ ഒക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. ഒരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങളിപ്പോൾ അകപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ നിന്ന് നിങ്ങൾക്കൊരു മോചനത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വലായിട്ട് നിങ്ങൾ കണക്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലി കണക്റ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരും. ഒരുപാട് കാലം നിങ്ങൾക്കിവിടെ ടവർ മൊമെൻ്റ് വന്നിരിക്കുന്നു, ഇവിടെ ഡെവിൾ വന്നിരിക്കുന്നു, ഇത് മൂൺ വന്നിരിക്കുന്നു. ഇത് ഒരുപാട് കാലം, കുറേ കാലം ഇത് അനുഭവിക്കണം. അല്ലാതെ ഇന്നങ്ങോട്ടൊരു തോൽവി വന്നു, അല്ലെങ്കിൽ ഇന്നൊരു ദുഃഖം വന്നു, നാളെ അത് സന്തോഷം വരും എന്നല്ല. പെട്ടെന്ന് മാറിപ്പോകും. പെട്ടെന്ന് മാറിപ്പോകുമെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും കർമ്മ അനുസരിച്ച് ഇത് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഇത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് കർമ്മ നിമിത്തമുള്ള പ്രശ്നങ്ങളാവാം. എന്തായാലും ശരി, നിങ്ങളുടെ കൂടെ നടന്നവർ തന്നെ നിങ്ങളുടെ നല്ല ലൈഫ് കണ്ടിട്ട് തന്നെ ആവാം നിങ്ങളിലേക്ക് വലിയൊരു കടുത്ത ആഘാതം ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന ഫാമിലിയിലേക്ക് ഒരു നെഗറ്റീവ് എനർജി, ഒരു ഡെവിളിൻ്റെ ആക്രമണം ഉണ്ടായി. അവിടെ നിന്നും നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു സെപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ട്, നല്ല ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നു. ഇതും കുറേ കാലം നിങ്ങളൊരാളിൻ്റെ അടിമയായി കഴിയണം. പിന്നെ അവിടെ നിന്നും പതുക്കെ രക്ഷപ്പെട്ട് വരാൻ സാധിക്കും. എങ്ങനെയാണ്? നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വന്നാൽ മാത്രം, എങ്കിൽ മാത്രമേ നിങ്ങളിവിടെ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. പക്ഷേ പലർക്കും ഇവിടെ രക്ഷ വരുന്ന ഒരു അനുഭവം വന്നിട്ടുണ്ട്, ഒരു സാഹചര്യം ഇവിടെ അടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കരഞ്ഞ് ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാവാം ദൈവത്തോട്, എനിക്കിതിൽ നിന്നും ഒരു മോചനം തരണമേ, ഇനി എനിക്ക് അനുഭവിക്കാൻ ഒരു ദുഃഖവുമില്ല ബാക്കി, അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള മുറവിളി ഒരുപാട് നാളുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുന്ന, ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്കിവിടെ പോകാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായി നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. ഇവിടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾ തമ്മിൽ വഴക്കിട്ട്, നിങ്ങൾ തമ്മിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായിട്ട് പരസ്പരം വേർപിരിയുന്ന ഒരവസ്ഥ, ഡിവോഴ്സിലേക്ക് പോകാം. ഇവിടെ അത്തരമൊരവസ്ഥയും ഇവിടെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അനാരോഗ്യകരമായ അവസ്ഥ, ഇവിടെയും നിങ്ങൾക്ക് മനസമാധാനം, സന്തോഷമില്ലായ്മ നിമിത്തം നിങ്ങൾ വേർപിരിഞ്ഞ ഒരു അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു വിടുതൽ വരും. അതിനാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഏതൊരു പ്രശ്നവും ഉണ്ടോ നിങ്ങൾ അതിൽ നിന്നും അതിനെ തരണം ചെയ്തു പോകും. അല്ലാതെ എന്നും നിങ്ങൾ ഈ അനുഭവത്തിൽ കഴിഞ്ഞുകൂടത്തില്ല. ഈ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്, നല്ലൊരു മാറ്റം ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അത് എല്ലാം കടന്നു പോകും, ഇതും കടന്നു പോകും എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. ഒരുപാട് പേർ ഇത് നിമിത്തം ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ അകപ്പെട്ടിട്ട്, ഈ ഡെവിളിൻ്റെ പിടിയിൽപ്പെട്ടിട്ട് അടിമത്തം അനുഭവിച്ചിട്ട് പേടി അനുഭവിക്കുന്നു. ഒരുപാട് ആൾക്കാരുടെ എനർജി ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, വല്ലാത്തൊരു പേടിയാണ്. എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ, മറ്റുള്ളവരറിയുമോ, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഉറക്കം പോലും ഇല്ലാതെ ഉള്ളിൽ ഭയവും, അകാരണമായ ഭയം, പേടി ഒക്കെയാണ്. നാളെ എന്തായിത്തീരും, എൻ്റെ ജീവിതം നാളെ എന്താവും, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയോ, എന്നെ ആരെങ്കിലും ഇനി സ്നേഹിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ
ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയും ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ ആരെയോ ഇവിടെ അന്വേഷിച്ച് നിൽക്കുന്ന എനർജിയുണ്ട്. നീയാണ് എൻ്റെ ലോകം എന്ന് ഒന്നിച്ച് ഒരേപോലെ വലിയ സ്നേഹത്തിൽ, വളരെ വലിയ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരുടെ എനർജിയാണ്. വളരെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാർ പെട്ടെന്നാണ് ഒരു ദിവസം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ വന്നിട്ട് അവരെ കാത്തിരിക്കുന്ന എനർജി അല്ല എങ്കിൽ എന്തെങ്കിലും പുതിയ ഒരു സംരംഭം തുടങ്ങിയിട്ട് അതിനു വേണ്ടി എന്തെങ്കിലും വരാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ട്. എന്തെങ്കിലും കരിയർ സംബന്ധമായ, ജോബ് സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികമാകാൻ നിങ്ങളിലേക്ക് വരാനുള്ളത്, അതിനു വേണ്ടിയും ചിലപ്പോൾ ഇവിടെ കാത്തു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. വാൺസ് ഫയർ സൈനാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അതുപോലെ നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് പെട്ടെന്ന്. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കിവിടെ പെട്ടെന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്. ചിലരൊക്കെ പലരും അതിൽ തന്നെ കുടുങ്ങി അങ്ങ് കഴിയും. അതിനെക്കുറിച്ച് മാത്രം ഓർത്തോർത്തോർത്ത് ഇങ്ങനെ ഇരിക്കും. പഴയത് എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, എനിക്കങ്ങനെ വന്നു പോയല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിത് അനുഭവിക്കാനുള്ള വിധി വന്നത്, ദൈവമേ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ, എന്താണ് എന്നോടൊരു കരുണയില്ല, ഇങ്ങനെയൊക്കെ ഇപ്പോഴും ചിന്തിച്ചിരിക്കുകയാണ്. പല കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. അതിനെ മറക്കാതെ വീണ്ടും, ശരിയാണ് മറക്കാൻ പറ്റില്ല, പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതായിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ അവിടെ തന്നെ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ നെഗറ്റീവ് എനർജി വീണ്ടും കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്കത് ശരിയാവും, ഞാൻ നല്ലൊരു നിലയിലേക്ക് വരും, എനിക്കിതെല്ലാം മാറിക്കിട്ടും, വളരെ പോസിറ്റീവായിട്ട് അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് വരണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ തന്നെ വേണം. അവിടെ ചിലരൊക്കെ ഇവിടെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. പുതിയ ജോലിയിലേക്ക് പോകാനാവാം, അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് പോകാൻ, ഇതുവരെ വേണ്ടെന്ന് വെച്ചിരുന്ന പല കാര്യങ്ങളും തിരിച്ചു പിടിക്കണം, എനിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശിയോടുകൂടി മുന്നോട്ട് വരുന്ന എനർജി ഉണ്ട്. അങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാൻ. നിങ്ങൾ പരാജയത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ശാപവാക്കുകളും നിന്ദാവാക്കുകളും മാത്രമാണ് കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ മുന്നോട്ട് വരിക തന്നെ വേണം. മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വാശി വേണം. ആരോടെങ്കിലും ഒരു വാശി ഉണ്ടെങ്കിൽ മാത്രമേ, ചിലപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്ന് സംഭവിച്ചത് എന്തുകൊണ്ടാണ്, നിങ്ങളൊരു വാശി പിടിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ വരണം. അതിനായിട്ട് യൂണിവേഴ്സ് ഒരു പാഠം നിങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നും പഠിച്ച് മുന്നോട്ട് വരേണ്ടവരാണ്. ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരുപാട് കിങ് ഓഫ് വാൺസ് വന്നിരിക്കുന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ ലൈഫിൽ നല്ല ഒരു സക്സസ് വരാൻ പോകുന്നുണ്ട്. സാമ്പത്തികപരമായി ഉയർച്ച വരാൻ പോകുന്നുണ്ട്. ഏസ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെ പലർക്കും സാമ്പത്തികപരമായ ഉയർച്ച വരാൻ പോകുന്നുണ്ട്. ബിസിനസ് സ്രോതസ്സുകൾ വരാൻ പോകുന്നുണ്ട്. സമ്പത്തിൻ്റേതായ ധനപരമായ ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളതാവാം, അല്ല എങ്കിൽ പുതിയ ജോലിയിലേക്ക് പോയിട്ട് അത് ഏൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം, അത്തരം ഒരു സന്ദർഭം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. വളരെ സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വരാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അതിൽ നിന്നും റിക്കവർ ചെയ്ത് വരിക എന്നാണ് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ കണ്ടില്ലേ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലൈറ്റ്, ഇവിടെ വെളിച്ചം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും വെളിച്ചം കാണാൻ തുടങ്ങി മുന്നോട്ട് വരികയാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട് പലരും എന്ന് കാണുന്നു. ഞാനിവിടെ പറഞ്ഞല്ലോ, എനിക്കിത് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എനിക്ക് മുന്നോട്ട് വരണം, മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് ഉള്ള വാശി ഇവിടെ പ്രകാശം കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഹാർമണി വന്നിരിക്കുന്നു. ഇവിടെ ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ പലർക്കും ഡിസ്കണ്ടൻ്റ് ആൻഡ് ബോർഡമാണ്. പലരും ജീവിതത്തിൽ, ഞാൻ പറഞ്ഞല്ലേ ഇവിടെ കാണുന്നത് എന്താണ്, പലരും ജീവിതത്തിൽ വിരസത, വിരക്തി ഒക്കെയാണ് ഇവിടെ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ ജീവിതത്തോട് തന്നെ വെറുപ്പും വിരസതയും വൈരാഗ്യവും ഒക്കെ ഉള്ള ആൾക്കാരുടെ എനർജി ഉണ്ട് ഇവിടെ. അങ്ങനെ ഇരുന്നാൽ പോരാ, നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജീവിതത്തോട് തന്നെ വിരക്തി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്താവും അവസ്ഥ? അതുകൊണ്ട് ആ ഒരു നെഗറ്റിവിറ്റിയെ കളഞ്ഞിട്ട് മുന്നോട്ട് വരിക എന്നാണ് ഇവിടെ പറയുന്നത്.
അതുപോലെ കണ്ടില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവും. ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ആണ്. കണ്ടില്ലേ, ആഗ്രഹങ്ങൾ, ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് 9 ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ 9 ആഴ്ചകൾക്കകം എന്നാണ് ഇവിടെ കാണുന്നത്. പുതിയ ജോലി ലഭിക്കാനോ സ്ഥലം മാറ്റം ലഭിക്കാനോ അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിക്കാനോ ഒക്കെയുള്ള സാധ്യത, വിവാഹം നടക്കാനുള്ള സാധ്യത, വീട് വയ്ക്കാനുള്ള സാധ്യത, ഒരുപാട് സാധ്യതകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെയും സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹാർമണിയാണ്. ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകുക. ഇവിടെ സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം കണക്ഷൻ കാണിക്കുന്നുണ്ട്. ടിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ ബന്ധങ്ങളും അങ്ങനെ ടിൻ ഫ്ലെയിം അല്ല. മനസ്സിലായില്ലേ? എല്ലാ ബന്ധങ്ങളും അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, നിങ്ങളുടെ പേഴ്സണലായിട്ട് റീഡ് ചെയ്യാൻ വരുന്നവർക്ക് ഞാൻ ടിൻ ഫ്ലെയിം ആണോ, എൻ്റെ കണക്ഷൻ അങ്ങനെയാണോ എന്നൊക്കെ. പിന്നെ വിവാഹം കഴിഞ്ഞ എക്സ്ട്രാ മാരിറ്റൽ ലൈഫ് വരുന്ന ബന്ധങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ഒരുപാട് നിങ്ങൾ ആലോചിച്ച് തന്നെ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. നല്ല സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന ഫാമിലിയിലേക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അവരുടെ ജീവിതം കണ്ടിട്ട് ചിലപ്പോൾ സന്തോഷം തോന്നിയായിരിക്കാം കുറേ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവരുമായി ഒരു കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം അത് നിങ്ങളുടെ കർമ്മയുടെ ബാഗേജ് കൂട്ടത്തേ ഉള്ളൂ. അത് അങ്ങനെ വരുന്ന ബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത ചില സന്തോഷങ്ങൾ അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം, എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്കിത് കിട്ടിയില്ല, മറ്റൊരാളിനോട് സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സ്നേഹം വന്നത് എന്നൊക്കെ ചില മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഈ ടിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുന്ന ബന്ധം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒരു നല്ല രീതിയിൽ സന്തോഷകരമായി കഴിയുന്ന ഫാമിലിയിലെ ഒരാളുമായിട്ട് ബന്ധം കൂടിക്കഴിഞ്ഞാൽ അതവിടെ നിങ്ങളുടെ കർമ്മയുടെ ബാഗേജ് കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അതവിടെ ശാശ്വതമായൊരു ബന്ധം ആയിരിക്കില്ല. അത് നിങ്ങളുടെ ടിൻ ഫ്ലെയിം ഒന്നുമല്ല, ആയിരിക്കുകയേ ഇല്ല. പിന്നെ വരാം, എങ്ങനെയാണ് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവർ തമ്മിൽ, അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നിന്നും വിട്ടുപോയിട്ടുള്ളവർ തമ്മിൽ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിയുന്ന ആൾക്കാർ തമ്മിൽ പെട്ടെന്ന് പരസ്പരം കാണുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് നിങ്ങളുടെ ദുഃഖകരമായ അവസ്ഥകളിൽ അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് താങ്ങായി വരാം നിങ്ങൾക്കൊരു സോൾമേറ്റ്. അങ്ങനെ വരുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ സോളുമായിട്ട് കണക്ഷനുള്ള മറ്റൊരു സോൾ ആയിരിക്കാം. അപ്പോൾ സാഹചര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാനിവിടെ പറയുന്നത്. അല്ലാതെ എല്ലാ ബന്ധങ്ങളും ടിൻ ഫ്ലെയിം ആവണമെന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വരണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. ഐക്യം പ്രാപിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പല കാര്യങ്ങളിലും ഐക്യം പ്രാപിച്ച് പോകാം എന്ന് പറയുമ്പോൾ ഇവിടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും ചിലർക്ക് മാര്യേജ് പ്രപ്പോസലൊക്കെ വരുന്ന സമയമാകാം, അല്ലെങ്കിൽ പിരിഞ്ഞിരുന്ന പാർട്ട്ണർ വീണ്ടും കണ്ടുമുട്ടുകയാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോംപ്രമൈസ് ചെയ്ത പാർട്ട്ണർഷിപ്പ് ചേർന്ന് അല്ലെങ്കിൽ ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം വരും. ഇവിടെ 6 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു. 9 എന്നുള്ള നമ്പറും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.